എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് നൈസ് പത്തിരിയാണ്. അപ്പോൾ പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകി മിക്സിയിലാണ് ഞാൻ പൊടിച്ചെടുത്തത്. പൊടിച്ച് പാകത്തിന് വറുത്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ പൊടിയാണിത്. കുറച്ച് മുമ്പ് ഞാൻ വറുത്ത് പൊടിച്ച പൊടിയാണ്. വറുത്തതിന് ശേഷം ഒന്നുകൂടെ മിക്സിയിൽ ചൂടാറിയ ശേഷം പൊടിച്ചു. അതിൻ്റെ തരിതരിയായിട്ടുള്ളത് ഒന്ന് കട്ടയായിട്ടൊക്കെ ഉണ്ടാവും ചൂടായി കഴിയുമ്പോൾ. വറുത്ത് കഴിയുമ്പോൾ അതെല്ലാം ഒന്ന് മിക്സിയിൽ ഒരൊറ്റ കറക്കിയാൽ മതി, ഒരു സെക്കൻഡ്. അപ്പോൾ അതിലെല്ലാം പൊടിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. തിളച്ച വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും ഇട്ട് അതിനെ നന്നായിട്ട് ഇളക്കി ലേശം ചൂട് മാറിയതിൻ്റെ ശേഷം കൈകൊണ്ട് നന്നായിട്ട് കുഴച്ച് എടുക്കണം. ഒരല്പം എണ്ണയും കൂടെ തടവിയിട്ടാണ് ഈ മാവ് കുഴച്ചെടുക്കുക. കുഴച്ചെടുത്ത ശേഷം ഞാൻ വരാം. ഇങ്ങനെ ഞാൻ മാവ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുഴച്ച് കഴിഞ്ഞു. കുഴച്ചിട്ട് ഇച്ചിരി വെളിച്ചെണ്ണയാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഇട്ട് ഒന്നുകൂടെ ഇട്ട് ചെറിയ ഉരുളകളാക്കാം. അങ്ങനെ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതാണ് ഇതിൻ്റെ പ്രസ്സിങ്. ഈ പ്രസ്സിങ്ങിൽ വെളിച്ചെണ്ണ കവർ കട്ട് ചെയ്ത് വെച്ചതാണ്. അങ്ങനെ വയ്ക്കാം. അടുത്ത പേപ്പർ കൂടെ വയ്ക്കുക വെളിച്ചെണ്ണയുടെ. എന്നിട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യാം. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നല്ല റൗണ്ടിലുള്ള നൈസ് പത്തിരി ഉരുട്ടി വെച്ചത് നല്ല റൗണ്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ എടുത്ത് നമുക്ക് കല്ല് വെച്ചിട്ടുണ്ട്, ചൂടായാൽ അതിലേക്കിടാം. പേപ്പറിൽ നിന്നും ഞാൻ കല്ലിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ തിരിച്ച് മറിച്ചിട്ട് വേവിച്ചെടുക്കാം. എല്ലാവരും വീട്ടിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കൂ. നമ്മളെ കടയിൽ നിന്നൊക്കെ നൈസ് പത്തിരി കിട്ടും. അവരെവിടെയൊക്കെ ഇട്ടിട്ട് അത് കുഴയ്ക്കുന്നത് പരത്തുന്നത് ഒന്നും നമുക്കറിയില്ലല്ലോ. നമ്മൾ ഈ കല്ല് ചുട്ടെടുക്കുന്നു, വാങ്ങിച്ചുകൊണ്ട് വരുന്നു. എല്ലാവരും ഇപ്പം വാങ്ങിച്ച് കഴിക്കുന്നവരാണല്ലോ. ഇടയ്ക്ക് ഇതിൽ പള്ളിയിലെ പാട്ട് കേൾക്കുന്നുണ്ടാവില്ലേ വീഡിയോ കാണുമ്പോൾ? നാളെ ക്രിസ്തുമസ് അല്ലേ. ഞങ്ങൾ താമസിക്കുന്നതിന് അടുത്ത് തന്നെ ഒരു ക്രിസ്ത്യൻ പള്ളിയുണ്ട്. അവിടെ നിന്നാണ്. ഒരെണ്ണമായി. അടുത്തത് പാവും. ഇതിന് ഞാനിപ്പോൾ ചെറിയൊരു കറിയാണ് ഉണ്ടാക്കിയത്. എല്ലാ കറിയുടെ കൂടെ ഇത് നൈസ് പത്തിരി കഴിക്കാം. നോൺ ബീഫാണെങ്കിലും ചിക്കനാണെങ്കിലും മട്ടനാണെങ്കിലും എല്ലാ മസാലക്കറിയുടെ കൂടെയും കഴിക്കാം. സ്റ്റൂ ആയിട്ടുണ്ടാക്കി കഴിക്കാം. വെജിറ്റബിൾ കുറുമയുടെ കൂടെ കഴിക്കാം. പിന്നെ നമ്മുടെ കടലക്കറിയുടെ കൂടെ കഴിക്കാം. മുട്ടക്കറിയുടെ കൂടെ കഴിക്കാം. തക്കാളി ഉള്ളി വഴറ്റി അതൊരു മസാലയായിട്ട് എടുത്തിട്ട് കഴിക്കാം. അങ്ങനെ കുറേ കറികളുടെ കൂടെ ചേർന്ന് പോകുന്ന ഒരു വിഭവമാണ് ഈ നൈസ് പത്തിരി. പൊള്ളി വരും. ഉണ്ട്, നല്ല പോലെ പൊള്ളിയിട്ടുണ്ട്. നല്ല പത്തിരിയായിട്ട് വന്ന് ഇട്ടിട്ടുണ്ട്. അടുത്തതിട്ടിട്ടുണ്ട്. തിരിച്ചിടാം. പൊള്ളി വരും. ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യണം. പിന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ നൈസ് പത്തിരി തയ്യാറായി. അതിന് ഉള്ളി കൊണ്ട് ഒരു ഗ്രേവി ഉണ്ടാക്കിയിട്ടുണ്ട്. ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ഇതിങ്ങനെ മുറിച്ചാൽ കണ്ടോ ഒരു ലെയറായിട്ട് എടുക്കാൻ പറ്റും. ഇതാ കണ്ടോ, ചൂടുണ്ട്. ഇങ്ങനെ പൊളിഞ്ഞ് വരും.
കറക്റ്റ് ഒരു പൊള്ളലായിട്ട് ഇങ്ങനെ വരും. ഇതാണ് നൈസ് പത്തിരി പൊളിക്കുക. ഓക്കെ, ബൈ. എൻ്റെ ചാനൽ കണ്ട് എല്ലാവരും ഇനി ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ദിവസം നേർന്നുകൊണ്ട് നാളത്തെ ക്രിസ്തുമസിനെ വരവേൽക്കാനായിട്ട് നമുക്കെല്ലാവർക്കും ഒന്നിക്കാം.